ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് അൺസിപ്പ് ചെയ്യാം. 7-zip വെച്ചിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുക. ദെൻ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, വിർച്വൽ ബോക്സിൽ ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു VMware ഇവിടെ ഒരു വിർച്വൽ ബോക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. VM നെയിം ഞാൻ എന്ത് കൊടുക്കുന്നു, മെറ്റാസ്പ്ലോയിറ്റ്. ദെൻ അത് റൺ ചെയ്യേണ്ട ഫോൾഡർ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏത് ഫോൾഡറിലാണ് അത് റൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ജസ്റ്റ് അത് ഞാനിവിടെ മെഷീൻസ് എന്ന് പറയുന്ന ഈ ഫോൾഡറിനകത്താണ് അതിൻ്റെ റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലോഗുകളൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടത് എവിടെയെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഞാനിവിടെ മെഷീൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഡീലാക്കി ആക്കി കഴിഞ്ഞാൽ അത് നമ്മളെ സീനെ ബാധിക്കില്ല. ദെൻ ISO ഇമേജ് ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു, ഇവിടെ നമുക്ക് എന്തായാലും ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതർ എന്ന് കൊടുക്കും. നമുക്കറിയാം ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ ലിനക്സ് എന്ന് കൊടുക്കാം. ഞാനിപ്പോൾ നമുക്കറിയില്ല എന്നുള്ളൊരു കണക്കിൽ ഞാൻ അതർ എന്ന് കൊടുക്കുന്നു. ദെൻ OS ഡിസ്ട്രിബ്യൂഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അതർ അൺനോൺ 64-bit. ഓക്കെ, ഏറ്റവും താഴെ അതർ അൺനോൺ 64-bit, അതായത് 64-bit ആണ്. ദെൻ ഫിനിഷ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ മാത്രം ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്തില്ല, മെഷീൻസ് ഇല്ല. സോ അതേ സമയം കൊണ്ട് നമ്മളുടെ ഇവിടെ എന്തായിട്ടുണ്ടാവും, ഇത് അൺസിപ്പ് ആയിട്ടുണ്ടാവും. ഇതിനകത്തൊരു നീല കളർ ബോക്സ് ഫയൽ ഉണ്ടാകും. ഇതുണ്ട് എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യാം. ഈ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വിർച്വൽ ബോക്സിലേക്ക് നമ്മൾ മാറ്റുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, സെറ്റിങ്സ് എടുക്കാം. ദെൻ ഇവിടെ സ്റ്റോറേജിൽ ഡിസ്ക് ഫയൽ എന്ന് കൊടുക്കുക. ദെൻ ദിസ് PC DL yes, ഈ ഫയൽ സെലക്ട് ചെയ്യുക. അതിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ദെൻ സെറ്റിങ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് അഡാപ്റ്റർ NAT നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. NAT നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത NAT നെറ്റ്വർക്ക് ആയിരിക്കണം. അതാവുമ്പോൾ എന്താണ്, ഈ ഒരു നമ്മുടെ കാലിയും ഇതേ നെറ്റ്വർക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യുക, ഇതേ NAT നെറ്റ്വർക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിയും ഈ മെഷീനും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ വേണമെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് അഡാപ്റ്റർ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ അത് റൗട്ടറിൽ നിന്നുള്ള ഒരു സെപ്പറേറ്റ് IP ആയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ കുറേ റൗട്ടറൊക്കെ ഉള്ള സ്ഥലത്ത് ഇത് ബുദ്ധിമുട്ടാവും. അല്ല സോറി, കുറേ റൗട്ടറിനകത്ത് കുറേ ഡിവൈസുകളുള്ള സ്ഥലത്ത് നമ്മുടെ കാലിക്കൊരു IP വേണം, വിൻഡോസിന് ഒരു IP വേണം, ഇനി ഈ മെഷീന് ഒരു IP, 3 IP നമുക്ക് തന്നെ വേണ്ടി വരും. അങ്ങനെ എല്ലാവരും എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ അതെന്താണ്, അത് ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ബ്രിഡ്ജ് അഡാപ്റ്റർ മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, ഏത് ചെയ്യാം, NAT നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ ഈ ഡിവൈസും ആ ഡിവൈസും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഫാസ്റ്റും കൂടുതലായിരിക്കും. ദെൻ ഓക്കെ കൊടുക്കുക. ദെൻ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതെന്താ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം അല്ലേ. അതിനർത്ഥം നമ്മൾ ഇവിടെ അല്ല ചെയ്യേണ്ടത്. ഈ മെഷീൻ ജസ്റ്റ് നമ്മൾ ഓൺ ആക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അറ്റാക്ക് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആരെ വെച്ചിട്ട് തന്നെയാണ്, നമ്മളുടെ കാല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അറ്റാക്ക് നടത്തുന്നത്. കാല് ഓപ്പൺ ആക്കാം. എതർനെറ്റ് 0, എതർനെറ്റ് 1, കാരണം ഇതിലാണ് എന്തുള്ളത്, നമ്മുടെ ആ NAT നെറ്റ്വർക്ക് ഉള്ളത് ഇതാണ്. ഇത് നമ്മളുടെ ബ്രിഡ്ജ് അഡാപ്റ്റർ ആണ്. സോ അത് നമ്മൾ സ്കാൻ ചെയ്യാനാണ് sudo r2scan -l -i ethernet 1. ഓക്കെ, അപ്പൊ അവിടെയുള്ള ഡിവൈസുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആരുണ്ട്, ഞാൻ ടാർഗറ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ, ആ മെഷീൻ മാത്രമേ ഉള്ളൂ, ആ നെറ്റ്വർക്കിലുള്ളൂ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, 08 ഏതെങ്കിലും ഒരു MAC അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിർച്വൽ ബോക്സിൽ കോൺഫിഗർ ചെയ്ത ഒരു മെഷീൻ ആയിരിക്കും. ഇവിടെ വിർച്വൽ ബോക്സിൽ ആകെ നമ്മളിപ്പോൾ എന്തേ കോൺഫിഗർ ചെയ്തിട്ടുള്ളൂ, 2 മെഷീനേ ഉള്ളൂ. അപ്പൊ ഇവിടെ 2 IP കാണുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം അത് ഇതാണ് നമ്മുടെ ടാർഗറ്റ്, അങ്ങനെ തീരുമാനിക്കാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാർഗറ്റിലേക്ക് Nmap ചെയ്ത് നോക്കുക. നമ്മൾ Nmapൽ പഠിച്ച എല്ലാ സ്കാനുകളും ടാർഗറ്റിലേക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ടാർഗറ്റിന്റെ കണ്ടോ, അത്യാവശ്യം പോർട്ടുകൾ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് എനുമറേറ്റ് ചെയ്ത് പഠിക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാം.